ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്ന് ഇത് കുറച്ച് മുന്നത്തെ വീഡിയോ ആണ്, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വൈകി. അത് എടുത്തു വെച്ചോന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് ത്രോട്ടിൻ്റെ കുറച്ച് പെയിനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ അതിന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. വൈകിട്ട് 4 മണിക്കാണ്. അപ്പോൾ മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വേണം. അപ്പോൾ മോനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ രണ്ടാളും ഇറങ്ങിയിട്ട് സ്കൂളിൽ നിന്ന് അവനെ വിളിച്ച് എന്നിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. കാരണം അവനും ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാനുണ്ട്. അപ്പോൾ അവനെയും കൂട്ടി പോയാലേ പറ്റുള്ളൂ. വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണേ. കൂട്ടത്തിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോസിന്. ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ചതുകൊണ്ട് ഞാൻ വിട്ടുപോയി ഇടാൻ വേണ്ടിയിട്ട്. കാരണം അന്നത്തെ ഒരു ഇതിൽ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല. കുറച്ച് പെയിൻ കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഇട്ടില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചൂട് പോയി. അപ്പോൾ ഇപ്പോൾ ശരി, എന്നാൽ ഏതായാലും ഒരു വീഡിയോ അത് എടുത്തതല്ലേ, നമ്മൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. ഒറ്റപ്പാലമാണ് ഞാൻ ഹോസ്പിറ്റലിൽ കാണിക്കാറ്. എൻ്റെ സ്ഥിരമുള്ള ഡോക്ടറാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു വിനോദ് സാറ് പറയും. വിനോദ് സാറിൻ്റെ അടുത്താണ് ഞാൻ എന്നും എൻ്റെ സർജറി പോലും മൂപ്പരാണ് ചെയ്തത്. എന്താണ്, ക്ലിനിക്കാണ്, ഒരു ഹോസ്പിറ്റലല്ല, ക്ലിനിക്കിലാണ്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിപ്പാണ്. കുറേ പേര് ഉണ്ട്. ഞങ്ങളുടെ 15ാമത്തെ ടോക്കനായിരുന്നു. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ അവിടെ ഇരുന്നു. അവിടുന്ന് കാണിച്ച് തിരിച്ച് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് തിരിച്ച് ഇങ്ങോട്ട് പോരുന്ന വഴി ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി കേട്ടോ. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊന്നും ഭക്ഷണം കഴിച്ചില്ല. എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയ ഭക്ഷണം, രാത്രിയത്തെ ഫുഡ് രാത്രി ആകുമെന്ന് കരുതിയിട്ടാണ്. കാണിച്ച് വരുമ്പോഴേക്കും വൈകാറുണ്ട്, ചിലപ്പോൾ 7-8 മണിയൊക്കെ ആകാറുണ്ട്. അപ്പം പിന്നെ വീട്ടിൽ വെച്ച് അത് വേസ്റ്റ് ആകുമല്ലോ പറഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് വെച്ചില്ല. ഏട്ടന് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ മോനും സ്കൂൾ വിട്ട് ഒന്നും കഴിക്കാത്തത് കൊണ്ട് അവന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഞങ്ങൾ കയറി. അപ്പോൾ ഏട്ടൻ കാറ് പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ട് പോയതാണ്. ഞങ്ങൾ ഏട്ടൻ വരട്ടെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിട്ട് പുറത്ത് തന്നെ നിന്നു കുറച്ച് നേരം എടുത്തു കേട്ടോ. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടാൻ കുറച്ച് നേരം എടുത്തു. അത് എവിടെ പോയാലുള്ള ഒരു പതിവാണ്, കിട്ടാൻ കുറച്ച് വൈകും. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കണമായിരുന്നു. ഏത് വീഡിയോയ്ക്കും മോനെ പോസ് കൊടുക്കാൻ അത്ര താല്പര്യമില്ല. പിന്നെ കുറേ ആകുമ്പോൾ അങ്ങനെ കൂടാറേ പതിവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കേണ്ടാവെന്ന് പറഞ്ഞിട്ട് കുറച്ച് സലാഡുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെജിറ്റബിളിൻ്റെ ഒരു സലാഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് തീർക്കുക പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ അച്ഛനോട് സംസാരിക്കുകയാണ്. അവൻ ഇതിന് മുന്നേ ശബരിമല ഒരു കാറിൻ്റെ ആവശ്യമായിട്ട് പുറത്ത് പോയപ്പോൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചതെന്നൊക്കെ അവൻ എന്നോട് പറയണ്ടായിരുന്നു. കാരണം ഞാനുണ്ടായിരുന്നില്ല. അവനും അവൻ്റെ വലിയച്ഛനും ഏട്ടനും എല്ലാവരും കൂടിയിട്ട് പോയ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ട് ഗീ റൈസ്, പിന്നെ അൽഫാമിൻ്റെ ഒരു ഇത്, അതിൻ്റെ കുപ്പൂസും ഇതൊക്കെ ആയിട്ട്, പിന്നെ സലാഡ് ഉണ്ടായിരുന്നു. വെജ് ബിരിയാണിയാണ് കേട്ടോ. എനിക്ക് കുറേയായി എവിടെയും പോയ വെജ് ബിരിയാണി കിട്ടാറില്ല. വീട്ടിൽ ഞങ്ങൾ വെക്കാറുണ്ടെങ്കിലും എനിക്ക് മറ്റൊരാൾ വെച്ചത് കഴിച്ചിട്ട് ഇപ്പോൾ കുറേ ആയിട്ട് ഹോട്ടലിൽ പോയ വെജ് ബിരിയാണി കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഒന്ന് ഓർഡർ ചെയ്തു. കാരണം പൊറോട്ട കഴിക്കണേക്കാളും നല്ലതല്ലേ അത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഓർഡർ ചെയ്തു.
കൂട്ടത്തിൽ മോന് 3 പൊറോട്ടയും വാങ്ങി. അതിന് മഷ്റൂം കറിയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ബിരിയാണി ആയാലും മഷ്റൂം കറി ആയാലും ഒക്കെ നല്ല ടേസ്റ്റ്. പിന്നെ ഏട്ടൻ്റെ കറി എനിക്കറിയില്ല, ഏട്ടൻ എന്തോ ഓർഡർ ചെയ്തു, എന്താ ഓർഡർ ചെയ്തതെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ചിക്കൻ്റെ എന്തോ കറിയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ എന്താ അതെങ്ങനെ ഇരിക്കും, ടേസ്റ്റ് എന്താണെന്നൊന്നും എനിക്കൊരു ധാരണയുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും കൂടുതലായിട്ടൊന്നും വർണ്ണിക്കാൻ ഞാനല്ല. അപ്പോൾ തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോഴേക്കും അത്യാവശ്യം വെളിച്ചമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴോ ഇടയിൽ വെച്ചിട്ട് പെട്ടെന്ന് ഇരുട്ടായി. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഉള്ള ഈ വെളിച്ചമായിരിക്കില്ല, പിന്നീട് കുറച്ചും കൂടി കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ ഭയങ്കര ഇരുട്ടാകുന്നുണ്ട്. അപ്പോഴേക്കൊക്കെ എനിക്ക് തലവേദന, നല്ല തലവേദനയായിരുന്നു. ആ കാണുന്ന ചിരിയൊന്നും, പോകുമ്പോൾ ഉള്ള ചിരിയൊന്നും തിരിച്ചു വരുമ്പോൾ ഇല്ല. വന്നത് ഞാൻ വേഗം മെഡിസിൻ കഴിക്കുക, കിടന്നുറങ്ങുക, അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഇരുട്ട് കാണാം, നല്ല ഇരുട്ടാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കടയിലേക്ക് കയറി ചെറുതായിട്ടൊരു ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങാം. പക്ഷേ അതെനിക്ക് അന്ന് വാങ്ങി, പക്ഷെ കാറിലെടുത്തോ ഇല്ലയോ എന്ന് ഓർമ്മയില്ല. ഇപ്പോൾ വീഡിയോ അല്ലേ